ഒരു യഥാർത്ഥ കേസ് അന്വേഷണത്തെ ആസ്പദമാക്കി നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ സ്പാനിഷ് ക്രൈം ത്രില്ലർ മിനി സീരീസ് ആണ് ദ അസൂന്ത കേസ്. ഇന്ന് ഈ സീരീസിനെ കുറിച്ച് അസൂന്ത ബെസ്തേറ എന്ന 13 വയസ്സുകാരിയെ 2013 സെപ്റ്റംബർ 21 രാത്രിയിൽ കാണാതാകുന്നു. കുട്ടിയുടെ വളർത്തച്ഛനും അമ്മയും ഉടൻ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സീരീസിൽ പറയുന്നത്. സ്പെയിനിൽ നടന്ന ഈ കേസിന്റെ അന്വേഷണം വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അവതരിപ്പിച്ച ഒരു സീരീസ് ആണിത്. റിയൽ ക്രൈം ആണെങ്കിലും ഒരു ഡോക്യുമെന്ററി സ്വഭാവത്തിലേക്കൊന്നും പോകാതെ ഒരു പക്ക ക്രൈം ഡ്രാമയായിട്ട് തന്നെയാണ് ഈ സീരീസിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ എൻഗേജിംഗ് ആയിട്ട് തുടങ്ങിയ 1-2 എപ്പിസോഡുകൾക്ക് ശേഷം വളരെ വേഗമായിട്ടുള്ള അബ്രക്റ്റ് ആയിട്ടുള്ള അപൂർണമായിട്ടുള്ള ഒരു കേസ് അന്വേഷണം പോലെയാണ് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ തോന്നുന്നത്. പക്ഷെ അത് അങ്ങനെയായിരുന്നു യഥാർത്ഥത്തിലും സംഭവിച്ചത്. ഒരാളുടെ സ്പെയിൻ സാമ്പിൾ മാച്ചൊക്കെ ആയിട്ട് അയാൾ പിന്നെ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്ന പേരിൽ അതിന്റെ അന്വേഷണം ഇടയ്ക്ക് വെച്ച് നിർത്തിയത്, വീട് അതിക്രമിച്ച് കയറിയതിനെ കുറിച്ചുള്ള അന്വേഷണവും പാതി വഴിയിൽ ഉപേക്ഷിച്ചത്, അതും ഇതൊക്കെ ഈ കേസിനെ ബാധിക്കുമെന്നിരിക്കെ. സോ അന്വേഷണത്തിൽ അങ്ങനെ ഒരുപാട് പഴുതുകൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് തോന്നും. സത്യത്തില് കുറ്റം ചാർത്തിയവർക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഒന്നുമില്ല. വേറെ ഏതൊരു രാജ്യത്താണെങ്കിലും പേരൻസിനെ വെറുതെ വിടുമെന്ന് തോന്നി. ആ ജഡ്ജ് ആദ്യം മുതൽ തന്നെ ഒരു പക്ഷപാതം കാണിച്ചുകൊണ്ട് ഇവർ തന്നെയാണ് കുറ്റവാളികളെന്ന് സ്ഥാപിച്ച് മറ്റാരിലേക്കും ഒരു സാധ്യതകളിലേക്കും അന്വേഷണം പോകാതെ അവരെ എങ്ങനെ ട്രാപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോയതും ഒരു നീതിപൂർവമല്ലാത്ത അന്വേഷണമായിട്ട് തന്നെ തോന്നി. യഥാർത്ഥ ജീവിതത്തിലെ റൊസാരിയോ അവസാനം ജയിലിൽ തന്നെ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ഇതെല്ലാം ഇവരോട് സഹതാപം തോന്നിക്കും വിധം അപൂർണമായ ഒരു കേസ് അന്വേഷണമായിട്ടാണ് ഈ സീരീസിൽ കാണിച്ചിട്ടുള്ളത്. സോ യഥാർത്ഥത്തിലും ഇങ്ങനെ തന്നെ ആയിരുന്നു കേസ് അന്വേഷണം എന്നതുകൊണ്ട് തന്നെ ഈ സീരീസ് അത് ഡെപ്പിക്റ്റ് ചെയ്യുന്നതിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. പ്രധാന വേഷങ്ങളിലെത്തിയ എല്ലാവരും മികച്ച പ്രകടനമായിരുന്നു. റൊസാരിയോ ആയിട്ട് വന്ന ക്യാൻഡേല പെനയുടെ പെർഫോമൻസ് എടുത്തു തന്നെ പറയണം. പലയിടങ്ങളിലും പുള്ളിക്കാരി ബാക്കിയുള്ളവരെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അച്ഛനായിട്ട് വന്ന ട്രിസ്റ്റനും നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജഡ്ജ്, ആ കുട്ടി, മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരും നന്നായിട്ടുണ്ടായിരുന്നു. മികച്ച ക്യാമറയും നല്ല പശ്ചാത്തല സംഗീതവും സൗണ്ട് ഡിസൈനും ഒക്കെ സീരീസിന്റെ മികവുകൾ തന്നെയാണ്. ഇനി ഇതിന്റെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ജഡ്ജിന്റെയും ഒക്കെ പേഴ്സണൽ ലൈഫ് കാണിച്ച് ഒരുപാട് സമയം വേസ്റ്റ് ആക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. സത്യത്തിൽ അവരുടെ വ്യക്തി ജീവിതത്തിന് കഥയിലേക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭാവന ചെയ്യാനില്ല എന്നിരിക്കെ. സോ അതൊക്കെ കളഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ഈ സീരീസ് മുമ്പോട്ട് പോകുമായിരുന്നു എന്ന് തോന്നി. ചുരുക്കത്തിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ച ഒരു ക്രൈം ഡ്രാമ ത്രില്ലറാണ് ദ അസൂന്ത കേസ്. ഞാൻ ഇതിന് 3.5 ഔട്ട് ഓഫ് 5 റേറ്റിംഗ് നൽകും. എന്റെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല നിങ്ങൾക്ക്. സോ ഈ സീരീസ് നിങ്ങൾക്ക് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കാണാൻ കഴിയും. 40 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ദൈർഘ്യമുള്ള 6 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. സ്പാനിഷ് ആണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും കാണാൻ സാധിക്കും. റിയൽ ലൈഫ് ക്രൈം അഡാപ്റ്റഡ് സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സീരീസ് ഇഷ്ടമാകുമെന്നാണ് ഞാൻ കരുതുന്നത്.